നമസ്കാരം. 102 സീറ്റ് കൊടുത്ത് വിജയിപ്പിച്ച UDFിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ജനങ്ങൾ അതീവ ദുഃഖിതരാണ്. വോട്ട് ചെയ്തവരൊക്കെ ഇപ്പോൾ കുറ്റബോധത്തോടെ പറയുന്നു, ഇവർക്ക് വേണ്ടിയാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതെന്ന്. പിണറായിയുടെ ദുർഭരണം അവസാനിക്കാൻ അതിയായി മോഹിച്ച ജനത എങ്ങനെയെങ്കിലും ഒന്നിറങ്ങിപ്പോവട്ടെ എന്ന് കരുതി വോട്ട് ചെയ്തു. ആ പിണറായി വിരുദ്ധ വോട്ടിൻ്റെ അവകാശവാദം തങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് വിജയിച്ച നേതാക്കന്മാർ തമ്മിൽ തല്ലുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു നേതാവിനെയും ചൂണ്ടിക്കാട്ടിയല്ല തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഒന്നാം തരം പണിയെടുത്തു എന്നത് വാസ്തവമാണ്. അതുകൊണ്ട് സതീശൻ മുഖ്യമന്ത്രിയാവണം എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതേസമയം മുതിർന്ന നേതാവ് എന്ന നിലയിൽ മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അതിനുവേണ്ടി ശ്രമിക്കുന്നതിനെയും കുറ്റം പറയാൻ കഴിയില്ല. പട്ടം താണുപിള്ളയും R ശങ്കറും AK ആന്റണിയും K കരുണാകരനും ഉമ്മൻചാണ്ടിയും മാത്രമിരുന്ന മുഖ്യമന്ത്രി കസേരയിൽ ഇനി ഇരിക്കേണ്ടത് സംസ്ഥാനത്തെ ഏറ്റവും ഉന്നത പദവിയിലുള്ള കോൺഗ്രസ് നേതാവായിരിക്കണം. അതുകൊണ്ട് താനാണ് അർഹൻ എന്ന് KC വേണുഗോപാൽ അവകാശപ്പെടുന്നതിലും തെറ്റു പറയാൻ കഴിയില്ല. അവർ തമ്മിലുള്ള മത്സരം മുറുകുമ്പോൾ പക്ഷേ വിഡ്ഢികളാകുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്. അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർ അടക്കമുള്ള ജനങ്ങൾ. അവർ വോട്ട് ചെയ്തത് എത്രയും വേഗം നാട് നന്നായി ഭരിക്കാനാണ്. ഇതാ 1.5 മാസം പിന്നിട്ടിരിക്കുന്നു ആ തീരുമാനം ജനങ്ങൾ എടുത്തിട്ട്. അതാണ് ജനഹിതമെന്ന് അറിഞ്ഞിട്ട് 9 ദിവസവും പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു തീരുമാനവുമില്ല. ഇന്നും നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നു. നാളെയും പ്രഖ്യാപനം ഉണ്ടായേക്കില്ല. 23-ാം തീയതി വരെ സമയമുണ്ടല്ലോ എന്നാണ് ഹൈക്കമാൻഡിൻ്റെ ചോദ്യം. സത്യത്തിൽ ആരാണ് ഈ ഹൈക്കമാൻഡ്? ജനങ്ങൾ ചോദിക്കുകയാണ്. സ്വന്തം നാട്ടിൽ മത്സരിച്ച് തോറ്റമ്പിയവർ, എവിടെ മത്സരിച്ചാലും വിജയിക്കില്ല എന്നുറപ്പുള്ളവർ, അവർ ഇവിടെ വന്ന് വിജയിച്ചവരുടെ മേൽ കുതിര കയറുന്നത് ഉചിതമാണോ എന്ന് ചോദിക്കുന്നവർ ഏറെയാണ്. ഞാൻ ഉൾപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകരുടെ ഗ്രൂപ്പിൽ ഒരു സുഹൃത്ത് ചോദിച്ചത് ഇങ്ങനെയാണ്. ഈ കോൺഗ്രസ് ഇന്ത്യ മൊത്തം ദുരന്തം ആവുന്നതിന്റെ എക്സാമ്പിളാണ് ഇത്. അവർക്ക് അധികാരം കിട്ടിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ മറ്റേ തമിഴ്നാട്ടിലെ ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ട് പോലും അവർ ഒരു സത്യപ്രതിജ്ഞ ചെയ്തു, ബംഗാളി ചെയ്തു, ആസാമിൽ കഴിഞ്ഞു. ഇവന്മാർ ഇപ്പോഴും ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ആകെപ്പാടെ കോൺഗ്രസിന് അധികാരം കിട്ടിയ അപൂർവ സ്ഥലങ്ങളിൽ ഒരെണ്ണമാണ് ഈ കേരളം. അവിടാണ് ഇവന്മാരുടെ ഹൈക്കമാൻഡ് തേങ്ങാക്കൊല. ഇത് നാണം കെട്ടവന്മാരാണ്. ഇത് ദുരന്തം. ഇവന്മാർ ബാക്കിയുള്ളിടത്ത് രക്ഷപ്പെടാത്തതിന്റെ കാര്യം ഇതാണ്. ഇതെല്ലാം ജനം കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇതുള്ള തോന്നിയവാസം വൃത്തികേടിനൊക്കെ ഒരു ലിമിറ്റില്ലേടി. എന്തെങ്കിലും ചോദിച്ചാൽ പറയും ജനാധിപത്യത്തിന്റെ സൗന്ദര്യം, ജനാധിപത്യത്തിന്റെ മണ്ണാങ്കട്ടയാണ്. ഇവന്മാർ ജനാധിപത്യത്തിന്റെ പിടിപ്പുകേടെന്ന് പറയുന്നത്. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ദീപാദാസ് മുൻഷിയും ഈ അജയ് മാക്കാനും ഇവന്മാർക്കൊക്കെ അവിടെ ഒരു പഞ്ചായത്ത് പോലും വിജയിച്ചിട്ടില്ല. ഈ ബംഗാളിലും മഹാരാഷ്ട്രയിലും ഒക്കെ ദയനീയ തോൽവിയാണ്. ഇവന്മാരാണ് ഇവിടെ വന്ന് ഹൈക്കമാൻഡ്. എന്തോന്നിന്റെ ഹൈക്കമാൻഡാടി ഇത്? BJP ഒക്കെ കാണിക്കുന്ന പരിപാടി നോക്ക്. BJP ആണ് ഇന്നലെ മറ്റേ UP എക്സ്പാൻഡ് ചെയ്തു, അവരുടെ മന്ത്രിസഭ എക്സ്പാൻഡ് ചെയ്തു, പുതിയ ആരണ്ടൊക്കെ OBC-കാരെയും ദളിതിനെയും എല്ലാം വെച്ച് എക്സ്പാൻഡ് ചെയ്തു. അവരുടെ പരിപാടികൾ ഇങ്ങനെ ഓരോ പരിപാടിയായിട്ട് അവരിങ്ങനെ ഫാർഫെച്ച്ഡ് ആയിട്ടുള്ള ഓരോ സാധനങ്ങൾ ചെയ്ത് പിടിക്കുക. ഇവിടെ ഈ അജയ് മാക്കാനും മറ്റേ മാക്കാന്മാരുമാണ് വന്ന് കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒന്ന് ആലോചിച്ചു എന്നിട്ട് ഇവന്മാർ മുല്ലപ്പള്ളി രാമചന്ദ്രനെയും MMSനെയും മുരളീധരനെയും ഒക്കെ നാളെ വിളിച്ചേക്കുക. ചർച്ചയാ? എന്തോന്റെ ചർച്ചയാടേ? നിങ്ങൾ കേസ് അങ്ങ് തെരഞ്ഞെടുക്കുന്ന അങ്ങ് തെരഞ്ഞെടുക്കുക, ഏതെങ്കിലും ഒരുത്തരെ അങ്ങ് തെരഞ്ഞെടുക്കുക, എന്നിട്ട് അനുഭവിക്കാനുള്ള അനുഭവിക്കുക. അത് ചർച്ചയാ? ജനാധിപത്യത്തിന്റെ തോന്നൽ, ജനാധിപത്യത്തിന്റെ തേങ്ങാക്കൊലയാണ്. ഈ വികാരം വാസ്തവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് മുഴുവനുണ്ട്. മഹാഭൂരിപക്ഷം പ്രവർത്തകരും VD സതീശന് വേണ്ടി രംഗത്തുണ്ടെങ്കിലും ആരെയാക്കിയാലും കുഴപ്പമില്ല, തേങ്ങയുടയ്ക്കു സ്വാമി എന്ന് പറയുന്നവരാണ് ഏറെയും. ചുമതലയേൽക്കുന്ന മുഖ്യമന്ത്രി ആരാണെങ്കിലും അന്തസ്സായി ഭരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ടാണ് ഇതുവരെ പാഠം പഠിക്കാത്തത്? ഇന്ത്യ മുഴുവൻ ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി ഓരോരോ സംസ്ഥാനങ്ങളിൽ നിന്നും നിഷ്കാസിതരാകുന്നു. ഇത്തരം തർക്കങ്ങളും ഗ്രൂപ്പ് വഴക്കുകളും അധികാര വടംവലിയും ഹൈക്കമാൻഡിന്റെ ഇണ്ടാസുമൊക്കെയാണ് പാർട്ടിയെ ഇല്ലാതാക്കുന്നത്. കപിൽ സിബലും ഗുലാം നബി ആസാദും അടക്കം എത്രയോ നേതാക്കൾ ഇപ്പോഴും പാർട്ടിക്ക് പുറത്തു നിൽക്കുന്നു. എത്രയോ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും BJPയുടെ മുഖ്യമന്ത്രിമാരായിരിക്കുന്നു. മമതാ ബാനർജി എങ്ങനെയാണ് കോൺഗ്രസ് വിട്ടുപോയതെന്ന് നമുക്കൊക്കെ അറിയാം. രാജ്യം മുഴുവൻ കോൺഗ്രസ് ഇല്ലാതായത് നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടും ഹൈക്കമാൻഡിൻ്റെ കഴിവില്ലായ്മയും കൊണ്ടാണ്. എന്തിനാണ് മര്യാദയ്ക്ക് പോകുന്ന ഒരു സംസ്ഥാനത്തും ഇങ്ങനെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്ന് പ്രവർത്തകർ ചോദിച്ചാൽ അവർക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഒരു കാര്യം ഇവർ മറന്നു പോകുന്നത് സംസ്ഥാനത്തെ ഭരണസ്തംഭനത്തെക്കുറിച്ചാണ്. പിണറായി വിജയൻ എന്ന കഴിവുകെട്ട മുഖ്യമന്ത്രി ആ പദവിയിൽ നിന്ന് ഒഴിഞ്ഞതുകൊണ്ട് തന്നെ, ഇനി തനിക്ക് കൈയിട്ട് വരാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഭരണത്തിൽ ഒരു ശ്രദ്ധയും കേന്ദ്രീകരിക്കുന്നില്ല. അക്ഷരാർത്ഥത്തിൽ
ഭരണസ്തംഭനം സംഭവിച്ചിരിക്കുന്നു. ഒരൊറ്റ ഫയലും സെക്രട്ടേറിയറ്റ് നീങ്ങുന്നില്ല. ആകപ്പാടെ എന്തെങ്കിലും സംഭവിക്കുന്നത് അഴിമതിക്കാരനായ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് തൻ്റെ ഇഷ്ടാനുസരണം ഫയലുകൾ ഇല്ലാതാക്കാൻ കൂട്ടുനിൽക്കുകയും വരുമാനമില്ലാത്തതുകൊണ്ട് കടമെടുത്തുകൊണ്ട് പല ഉദ്ദിഷ്ട കാര്യങ്ങളും സാധിച്ചെടുക്കുകയും ചെയ്യുന്നതാണ്. പല യൂണിയൻകാരും ഇപ്പോഴും വകുപ്പുകൾ ഭരിക്കുന്നു. പല ട്രാൻസ്ഫറുകളും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരൊറ്റ ഫയലും കൃത്യമായി നീങ്ങുന്നില്ല. പാവപ്പെട്ട പല മനുഷ്യരുടെയും ജീവിതം സെക്രട്ടേറിയറ്റിലെ ഫയലുകളിൽ കുടുങ്ങിക്കിടക്കുന്നു. പെരുമാറ്റച്ചട്ടം പിൻവലിച്ചിട്ട് ദിവസങ്ങളായിട്ടും മുഖ്യമന്ത്രി ഇല്ലാത്തതുകൊണ്ട് മന്ത്രിമാരില്ലാത്തതുകൊണ്ട് തോന്നിയതുപോലെയാണ് സെക്രട്ടേറിയറ്റിലെ അവസ്ഥ. വകുപ്പ് സെക്രട്ടറിമാർ തീരുമാനമെടുക്കാൻ മടിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിലും പോലീസ് വകുപ്പിലും നിർബന്ധമായും സ്ഥലമാറ്റങ്ങൾ അത്യാവശ്യമാണ്. പോലീസ് വകുപ്പിന്റെ കാര്യം നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റിയിരുന്നു. സാധാരണഗതിക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ അവരെ തിരിച്ച് കൊണ്ടുവരുന്നതും പുതിയ സ്ഥലമാറ്റം നടത്തുന്നതുമാണ്. പിണറായി ഭരിച്ചപ്പോൾ 10 വർഷം പീഡനമേറ്റു വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തിരികെ കയറാൻ കാത്തിരിക്കുന്നു. അവർ ഉത്തരവാദിത്വത്തോടെ പണിയെടുക്കാൻ കാത്തിരിക്കുന്നു. അവരുടെ സ്ഥലമാറ്റത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. പിണറായിയുടെ വൃത്തികേടുകൾക്കെതിരെ അഴിമതിക്കെതിരെ പ്രതികരിച്ച 2 മുതിർന്ന IAS ഉദ്യോഗസ്ഥർ ഇപ്പോഴും സസ്പെൻഷനിൽ പുറത്തു നിൽക്കുന്നു. പുതിയ സർക്കാർ ചുമതലയേറ്റിട്ട് വേണം തിരിച്ചു വരാൻ എന്ന് അവർ ആഗ്രഹിക്കുന്നെങ്കിലും സർക്കാർ ഏൽക്കാത്തതുകൊണ്ട് അവർ ഇപ്പോഴും പുറത്തു തന്നെ നിൽക്കുന്നു. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയാവുമ്പോഴും പാഠപുസ്തക വിതരണം ഒരിടത്തും എത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് എല്ലായിടത്തും എത്തിച്ചു എന്ന് CPM-കാർ തള്ളിയെങ്കിലും യാഥാർത്ഥ്യം അതല്ല. കുട്ടികൾ സ്കൂൾ തുറക്കുമ്പോൾ പുസ്തകമില്ലാതെ വലയുന്ന സാഹചര്യം ഉണ്ടാവുകയും അത് പുതിയ പ്രതിപക്ഷം മുതലെടുക്കുകയും ചെയ്യും എന്നിവർ മറന്നുപോകുന്നു. അക്ഷരാർത്ഥത്തിൽ ഭരണം ഇവർ സ്തംഭിപ്പിച്ചിരിക്കുന്നു, ഭരണം മുടിപ്പിച്ചിരിക്കുന്നു. തെരഞ്ഞെടുത്ത ജനത്തെ ഇവർ പല്ലിളിച്ച് കാട്ടുന്നു. ഇനിയെങ്കിലും ഈ പൊറാട്ടു നാടകം അവസാനിപ്പിക്കുക. എത്രയും വേഗം ഭരണം ആരംഭിക്കുക. നിങ്ങളുടെ ഭരണത്തിന് വേണ്ടി വിധി എഴുതിയ ജനതയെ പരിഹസിക്കുന്നത് അവസാനിപ്പിക്കുക.